ഇയറിന് വേണ്ടിയിട്ടുള്ള ഫുഡിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള സവാള ഞാൻ റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഞാൻ എത്തിയല്ലോ കേട്ടോ. ഞാൻ 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇതാ നമ്മൾ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ ചിക്കൻ. അപ്പോൾ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ ഉള്ളിയും സവാളയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണേണ്ട. അപ്പോൾ അതേ ചേട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൂസ് ഇതാ ഇവിടെ കിടന്ന് ഫോൺ കാണുന്നേന്. ഉണ്ണിക്കുട്ടൻ ഇതാ ചെസ് കളിക്കാൻ എടുത്തൊക്കെ ചെന്നിട്ടാ. അല്ലാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്. പിന്നെ അതേ നമ്മുടെ അച്ഛനിതാ വിളക്കൊക്കെ വെച്ചിട്ടാ. വിളക്ക് വെച്ച് തൊഴുതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ വിനീഷും നീതുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാർ പോകുന്നുണ്ട് 2 വീക്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഞങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് തന്ന്. അപ്പോൾ അമ്മ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് അത് ഇതാ ഞങ്ങൾ കഴിക്കണേ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിനീഷ് ഡേറ്റൊക്കെ നോക്കണ്ട കേട്ടോ. കലണ്ടറിൽ മൂന്നാറിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കണേണ്. ന്യൂ ഇയറിൻ്റെ തിരക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാനുള്ള തുടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടോ. സവാള അരിഞ്ഞ് കഴിഞ്ഞു. ഈ ചെറിയ ഉള്ളി കൂടെ അരിയുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി സെപ്പറേറ്റ് അരിഞ്ഞിട്ടുണ്ട്. അപ്പം അത് സെറ്റാണ്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെങ്കാറിലേക്ക് ഫോർട്ടിലേക്ക് പോകണ വാങ്ങാൻ ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇനി നാട്ടുകാർ മാത്രമേ വിടുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിതാ വീട്ടിലെത്തി. അമ്മയും ഇതേ തുടങ്ങി. ചിക്കൻ കറിയൊക്കെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഏകദേശം പണികളൊക്കെ പൂർത്തിയായിട്ടാ. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വേഗം ബീച്ചിലോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് കുട്ടികൾക്കുള്ള ഫുഡൊക്കെ വേഗം എടുത്ത് കൊടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും കാണാം. ഓക്കെ, അപ്പം നമ്മുടെ മീനൂസ് ചെറിയൊരു വാശിയിൽ നിൽക്കണേണ് കേട്ടോ. അപ്പം അവളെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോലെയാണ്. ഞാൻ പോയി വരുമ്പോൾ ഞങ്ങളിതാ ബീച്ചിലെത്തിയിട്ട ഗൈസ്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങളുടെ പുതിയ ബീച്ചിൽ തന്നെ ഉണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ DJ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. വണ്ടി ഞങ്ങൾ പകുതി വഴിക്ക് വെച്ചിട്ട് ബാക്കി നടന്നാണ് കേട്ടോ വന്നത്. കാരണം വണ്ടികളൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം നടന്ന് ഇവിടെ എത്തി. വീടിൻ്റെ അടുത്താണെങ്കിലും വണ്ടികൾ ഒരുപാടുള്ളതുകൊണ്ട് പോലീസുകാർ വണ്ടിയൊന്നും വിടലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് ഇത്തിരി DJ നടക്കുന്നത് ആ സ്റ്റേജ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോകണുണ്ട്. അപ്പോൾ നമുക്കിനി ന്യൂ ഇയർ അടിച്ചു വിളിക്കാട്ടോ. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെയും ഏകദേശം തിരക്കായി തുടങ്ങി കേട്ടോ. നല്ല ആളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വർഷം പോകുന്നവരും ആളുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പുതിയ ബീച്ചിൽ. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 12 മണി വരെയാണ് DJ ഉള്ളത്. അപ്പോൾ എല്ലാവരും നാട്ടുകാരും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവിധ ഹാപ്പി ന്യൂ ഇയറും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. നാളെ കൃത്യം 7 മണിക്ക് ഇതുപോലെ DJ കളിക്കുന്നതാണ്. അപ്പോൾ നാളെ 7 മണിക്കും DJ ഉണ്ട് കേട്ടോ. അപ്പോൾ